1.5 ലക്ഷം കോടിയോളം രൂപ ഈ വഖഫിന്റെ പേരിൽ കിടപ്പുണ്ട്. 1.5 ലക്ഷം കോടി, 1.5 ലക്ഷം രൂപ അല്ല, 1.5 ലക്ഷം കോടി രൂപ ഈ വഖഫ് സ്വത്ത് കിടപ്പുണ്ട്. നമ്മുടെ പള്ളിക്ക് കിട്ടേണ്ടത് അത്. ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സ്വത്തുള്ളത് 3 കൂട്ടർക്കാണ്. ഒന്ന് റെയിൽവേക്ക്, ഭൂസ്വത്ത്, റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത്. 2 ഈ നാവികസേന, കരസേന, നാവികസേന, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്ത്. 3 വഖഫ് സ്വത്ത്. നമ്മുടെ പള്ളിക്ക് മദ്രസ പണിയാനും ഓഡിറ്റോറിയം പണിയാനും വഖഫ് സ്വത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടണം. ഓരോ ജമാഅത്തിലെ പ്രസിഡന്റുമാരും അതിൻ്റെ അവകാശികളെ പോയി നേരിട്ട് കണ്ടാൽ ഉസ്താദന്മാർക്ക് പെൻഷൻ അടക്കമുള്ളത് നമുക്ക് അവിടുന്ന് കിട്ടും. പിന്നെ എന്തിനാ ഈ പൈസ? ഈ പൈസ മുഴുവനും ഇനി അവരുടെ ആ ഒരു സ്വത്തിലേക്ക് ആവാഹിച്ച് മാറ്റിയെടുക്കാൻ പോവാണ്. അതിനെതിരെയാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. 27-28 കോടി മുസ്ലിമുകളുള്ള ഇന്ത്യ രാജ്യത്ത് എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേര് ഒപ്പിട്ടു, എത്ര പേര് സ്കാൻ ചെയ്തു? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്ക് ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. NRC പാസ്സാക്കാൻ പോയപ്പോൾ മുസ്ലിം സമുദായം എല്ലാവരും ഇറങ്ങി, മൊത്തം ഇറങ്ങി, ഒറ്റക്കെട്ട്. അവിടെ A ഗ്രൂപ്പില്ല, B ഗ്രൂപ്പില്ല, C ഇല്ല, P ഇല്ല, ഒന്നുമില്ല. എന്തെന്നറിയോ? വീടെല്ലാവരെയും പോവും, അവൻ്റെ സൂപ്പർ മാർക്കറ്റ് പോവും, അവൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോവും, അവൻ്റെ കട പോവും. ആർക്കൊരു പ്രശ്നമാണ്. അവൻ്റെ വീടും സ്വത്തും എല്ലാം പോകുന്ന വേടി വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. പക്ഷെ ഈ നിയമം വന്നപ്പോഴോ തലാഖിന്റെ പ്രശ്നം വന്നു. പ്രശ്നമില്ല, കല്ലി തലാഖ് വല്ലിയാലും ചൊല്ലിയില്ലെന്ത്, കല്ലിയല്ലേ, പോ, എൻ്റെ പണി നോക്കി പോ. വഖഫ് കിട്ടിയാലെന്ത്, കിട്ടിയില്ലെന്ത്, എൻ്റെ പണി നോക്കി പോ. മറ്റേത് നിങ്ങളെ ഇവിടെ നാട് കടത്താൻ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. അത് പറ്റൂല, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ മുതലല്ല ഇവിടെ കിടക്കണം, നാട് കടത്താൻ പറ്റൂല. എന്തായിരുന്നു? അതുപോലെ ഒരു സമരം നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ? അറഫയിൽ നിന്ന് ആളുകൾ ഒഴുകുന്നത് പോലെയായിരുന്നു എറണാകുളത്തൊക്കെ ഇതിൻ്റെ സമരത്തിൽ ആളുകളുടെ ഒഴുക്ക്. ഇപ്പം എന്നാ വഖഫ് സ്വത്തിന് വേണ്ടി ആരിറങ്ങി? ഈ വഖഫ് സംരക്ഷണ റാലിക്ക് വേണ്ടി ആരിറങ്ങി? നമുക്കിതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഈ 1.5 ലക്ഷം കോടി നമ്മുടെ ഹക്കുകാരും അഹ്ലുകാരും കഴിക്കേണ്ടതുമാണ് നമ്മളിൽ നിന്ന് കൈവിടാൻ പോകുന്നത്, വിട്ടുപോകാൻ പോകുന്നത്. ശരീഅത്തിന്റെ ഓരോരോ നിയമങ്ങൾ മാറ്റി കൊണ്ടുപോയി. നമ്മളിത് വല്ല അറിഞ്ഞോ? അവസാനം ഓഹരി വെക്കലും നമുക്ക് കിട്ടേണ്ട ഓഹരികളും അതെല്ലാം മാറ്റപ്പെടും. അവസാനം മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല, കത്തിക്കണമെന്ന നിയമം വരുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും. ആർക്കും ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ്, എൻ്റെ മുസ്ലിം സമുദായമേ പ്ലീസ് നിങ്ങളുടെ കൈയും കാലും പിടിക്കാം. നമ്മൾ ചെറിയ പ്രശ്നം പറഞ്ഞ് തമ്മിലടിച്ച് കോടതി കയറിയിറങ്ങി നടക്കാതെ, നമ്മുടെ ശരീഅത്ത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അതിന് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും തബ്ലീഗ് ആയാലും സുന്നി ആയാലും ആരായാലും ശരീഅത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഖൽബിൻ്റെ കാതലാണ്, നമ്മുടെ ജീവന്റെ തുടിപ്പാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതിനൊരു കോട്ടം വന്നാൽ അത് ഏത് ഗ്രൂപ്പായാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. ശരീഅത്തിന്റെ സംരക്ഷണം പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ തമ്മിലടിക്കും. പക്ഷെ നമ്മുടെ ശരീഅത്തിനെ തകർക്കാൻ ഒരു വിഭാഗം പുറകിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമുക്ക് തൊപ്പി വെക്കാനോ ദാടി വെക്കാനോ ബാങ്ക് വിളിക്കാനോ ജുമുഅക്ക് ഒരുമിച്ച് കൂടാനോ പറ്റാത്ത ഒരു സാഹചര്യം വരും. അന്നേരം ഈ പരസ്പരം കടിച്ചു കീറിയ നമ്മുടെ സമുദായം അന്ന് ആക്ഷേപിക്കും അവർ, നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങണ്ടായിരുന്നു, നമുക്ക് സമുദായത്തിന് വേണ്ടി ഇറങ്ങാമായിരുന്നു എന്നവർ ചിന്തിക്കും. നമ്മൾ ഇറങ്ങേണ്ടത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനോ എനിക്കൊരു കസേരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങരുത്, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങത്തിറങ്ങ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് പള്ളിയിൽ പോയാലും അടിയും വഴക്കും പ്രശ്നങ്ങളാണ്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ അടിയും വഴക്കും. ഞാൻ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല. എല്ലാവരും വിചാരിച്ച് ഇന്നത്തോടുകൂടി ഉസ്താദിന്റെ ജോലി പോയെന്ന്. എനിക്കവിടെ ജോലി പോകാൻ കല്ലി നമുക്കെന്ത് ജോലി പോകാൻ? എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മഹല്ലാത്തുകളിലും ഈ അടിയും വഴക്കും പ്രശ്നങ്ങളും കേസും വഴക്കാട്ട് അടക്കാണ്. എന്തിനാത്? എടാ, മുസ്ലിം സമുദായത്തെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫിക്ർ കർനാദാ മുസീബത്ത് ആനെ വാലി ഹേ തെരി ബർബാദ് യോങ്കി മശൂറേ ഹേ ആസ്മാനോ മേ. അല്ലാമ ഇക്ബാൽ പറഞ്ഞിട്ടാ പോയത്. ഫിക്ർ കർനാദാ മുസീബത്ത് ആനെ വാലി ഹേ. ഏ നാഥാ, ബുദ്ധിയില്ലാത്ത കഴുതേ, നമ്മളെ നോക്കിയിട്ട് വിളിക്കുക അല്ലാമ ഇക്ബാൽ. ഏ മുസ്ലിമേ, ബുദ്ധിയില്ലാത്തവനെ, ഫിക്ർ കർ, നീ ഒന്ന് ചിന്തിക്ക്. മുസീബത്ത് ആനെ വാലി ഹേ.
നിന്റെ നശീകരണത്തിനുള്ള മുസീബത്ത് ഇതാ കടന്നു വരാൻ പോവുകയാണ്. തെരി ബർബാദിയോങ്കി മശൂറേ ഹേ ആസ്മാനോ മേ. പരിപൂർണമായി നിന്നെ തുടച്ചു നീക്കാനുള്ള മഷൂറ ആലോചനകൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്നും ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി നീ നാട്ടിൽ തമ്മിലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുഴുവനും നിന്റെ മഹല്ലടക്കമുള്ളവരെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇതാ മഷൂറ ആകാശലോകത്ത് നടക്കുകയാണ്. ഫിക്കർ കർനാദാ, ഏ ബുദ്ധിയില്ലാത്ത മുസ്ലിമേ, നീ ഒന്ന് ചിന്തിക്കടോ, ചിന്തിക്കടോ. അല്ലാമ ഇക്ബാൽ എത്ര ഗൗരവത്തോടെ അത് പഠിപ്പിച്ചിട്ട് പോയെന്നറിയോ? ഹബീബെ, ഒരു നിയമം വന്നാൽ അത് എല്ലാവർക്കും ബാധിക്കും. നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ. ഒരു നിയമം വന്നാൽ, മുസ്ലിം ശരീഅത്തിൽ ഒരു നിയമം നമുക്കെതിരെ വന്നാൽ അത് മൊത്തത്തിൽ ബാധിക്കും. ഇപ്പൊ 22 വയസ്സിൽ കല്യാണം പെണ്ണിനെ കട്ടിയാൽ 22 വയസ്സേ പറ്റുള്ളൂ. പിന്നെ നമുക്കെതിരെ ഒന്നും സുപ്രീം കോടതിയിൽ അവിടെ ഇവിടെ ഒന്നും ഒന്നും പറ്റൂല. അതുകൊണ്ട് ശരീഅത്തിന് വേണ്ടി നമ്മൾ രംഗത്ത് ഇറങ്ങ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്, ഐക്യത്തോടെ നെല്ല്. നമുക്കതാ വേണ്ടത്. നിന്റെ മനസ്സിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നീ അത് ചെയ്. എൻ്റെ ഒരു വീക്ഷണം അങ്ങനെയാണ് കേട്ടോ. നിനക്കിപ്പോ ഓതണം, നീ മൗലിദ് ഓത്, നീ ഓത്. എനിക്ക് മൗലിദ് ഇഷ്ടമില്ല, ഓതണ്ട. എൻ്റെ ഒരു വീക്ഷണം ഞാൻ പറയാണ്. നിനക്കിപ്പോൾ റാത്തി ഓതണം, നീ ഓദിക്കോ. എനിക്ക് റാത്തി ഓതാൻ ഇഷ്ടമല്ല, നീ ഓതണ്ട. നിനക്ക് ഇത്തിരി ചാപ്പാട് വെച്ചിടണം, വെച്ചോട്. എനിക്കത് വേണ്ട. അതിൻ്റെ പേരിൽ നമ്മുടെ ആ ഒരു രക്തബന്ധവും ആ ഒരു ഐക്യവും നമ്മുടെ ഒരു സാഹോദര്യവും നശിപ്പിക്കുന്നത് എന്തിന്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പരസ്പരം കാണേണ്ടവരാണ്, നമ്മൾ ഒരുമിച്ച് മയ്യസ്കരിക്കേണ്ടവരാണ്, നമ്മൾ ഒരുമിച്ച് ഒരാളെ സഹായിക്കേണ്ടവരാണ്. എന്തിനാണ് വയനാട്ടുകാരെ നമ്മൾ സഹായിക്കുന്നത്? നമുക്കും വയനാടോട് എന്താ ബന്ധം? ഫലസ്തീൻകാരെ നമ്മൾ സഹായിച്ചു, നമ്മളും ഫലസ്തീൻകാരോട് എന്താ ബന്ധം? ഫലസ്തീനിൽ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഫലസ്തീനെ മക്കളെ രക്ഷിക്കുക. എന്താ നമ്മുടെ കൊച്ചപ്പാടം മക്കൾ